അപ്പോൾ ഇപ്പോൾ നമ്മൾ ട്രെൻഡിങ് ആയിട്ടുള്ള കൂന്തൽ നിറച്ചതൊന്ന് ട്രൈ ആക്കിയാലോ. ആദ്യം അതിനായിട്ട് അരക്കിലോ കൂന്തൽ മേടിച്ചുകൊണ്ടുവന്നു കേട്ടോ ഞാൻ. എന്നിട്ട് നമ്മൾ നല്ലോണം ക്ലീൻ ചെയ്തെടുത്തു. അതിൻ്റെ ക്ലീനിങ് എന്ന് പറഞ്ഞാൽ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നല്ലോണം വേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മളത് കല്ലുപ്പിട്ട് നല്ലോണം പെരയണം. പെരയുമ്പോൾ അതൊരു പത പോലെയാവും. അതാണ് അതിൽ മെയിനായിട്ടുള്ള വേസ്റ്റ്. അത് നമ്മൾ വെള്ളമൊഴിച്ച് നല്ലോണം ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൂന്തൽ ക്ലിയറായി ക്ലീൻ ആയിട്ടോ. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സവാള, തക്കാളി, ചെറിയ കഷ്ണം പച്ചമുളക്, ചെറിയ വെച്ച് അരമുടി തേങ്ങ, പാനെടുത്ത് അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് സവാള കുനുകുനാന്ന് അരിഞ്ഞതിൽ ആഡ് ചെയ്ത് കുറച്ച് ഉപ്പിട്ട് നല്ലോണം ഇളക്കി കൊടുത്ത് കഴിഞ്ഞാൽ സവാള നിറം മാറുമ്പോൾ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം. ഇതൊന്ന് മൂത്ത് വന്ന് പച്ചമണം മാറുമ്പോൾ നമ്മൾ പൊടിപൊടിയായി അരിഞ്ഞ് വെച്ച് തക്കാളിയും കൂടെ ആഡ് ചെയ്ത് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കണം. അപ്പോൾ ഒന്ന് തക്കാളി ഉടഞ്ഞ് കിട്ടും. തക്കാളി ഉടഞ്ഞ ശേഷം നല്ലൊരു ഗ്രേവി പോലെ ആകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. സ്ലിമ്മിൽ വെച്ച് ഇളക്കണം കേട്ടോ, അതിൻ്റെ പച്ചമണം മാറാനാണ്. എന്നിട്ട് നമ്മൾ കൂന്തൽ ചെറുതായി കഷ്ണമായിട്ട് അരിഞ്ഞ് വെച്ച കൂന്തൽ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് കൂന്തലിന് ആവശ്യം ഉപ്പ് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് വേവിക്കുക. ഇത് കൂന്തൽ വേകാനുള്ള സമയമാണ്. തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ലോണം ഇളക്കി കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റാണ് നമ്മളിതിൽ തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അരമുറി തേങ്ങ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്ത് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡിയായി. നമ്മൾ ഫില്ലിങ്സ് റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മളത് മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് വെച്ച കൂന്തലിനെടുത്ത് നമുക്ക് ഇനി അതിൽ ഫില്ല് ചെയ്ത് വെക്കലാണ് നെക്സ്റ്റ് പണിയിട്ട്. അതാണ് ടാസ്ക്. അതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ആ ടീത്ത് സ്റ്റിക്ക് വെച്ചിട്ട് അതിൻ്റെ വായ്ഭാഗം നമ്മൾ ക്ലോസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇത് പുറത്ത് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ. പിന്നെ നമ്മളതെല്ലാം ഫില്ല് ചെയ്ത് വെച്ച് സ്റ്റീമറിൽ വെച്ച് സ്റ്റീം ചെയ്യുമ്പോൾ അതൊന്നും കൂടെ ചെറുതായിരുന്നു. പിന്നെ അതെല്ലാം നമ്മൾ മാറ്റി പിന്നെ ഒരു പാൻ വെച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് 1/2 സ്പൂൺ മുളക് പൊടിയും കുറച്ച് ഉപ്പ് പൊടിയും ചിക്കൻ മസാല കുരുമുളക് പൊടി ഇട്ടിട്ട് എണ്ണ നല്ലോണം മൂത്ത് വരുമ്പോൾ അതിട്ടൊന്ന് മസാല ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ വേവിച്ചെടുത്തതിന് കൂന്തൽ അതിലേക്ക് ഇട്ട് നല്ലോണം ഫ്രൈ ചെയ്യുക. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കും, കാരണം അടച്ച് വെച്ച് വേണം ഫ്രൈ ചെയ്യാൻ. അത് പൊട്ടിത്തെറിക്കാൻ സാധ്യത കൂടുതലാണ്. അതിന് നല്ലോണം ഇളക്കി കൊടുത്ത് അത് മൊരിഞ്ഞ് വരും. കുറച്ച് കറിവേപ്പില തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ടേസ്റ്റിയായ കൂന്തൽ